ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 12 ആണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ രണ്ടുപേരും എഴുന്നേൽക്കുമ്പോൾ അവർ രണ്ടുപേരും ചെങ്ങിൻ്റെ ബെഡിലായിരുന്നു കിടന്നത്. ഇത് കാണുന്ന ചെങ്ങും ഷോക്കാകുന്നുണ്ട്, ടോങ്ങും ഷോക്കാകുന്നുണ്ട്. അതേ സമയമാണെങ്കിലോ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചെങ് അവിടെ നിന്ന് വേഗം പോയി നോക്കുന്നുണ്ട്. അപ്പോളായിരുന്നു അവരെല്ലാവരും. അവർ പറയുന്നുണ്ട്, ടോങ് എവിടെയാ കിടക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ചെങ് പറയുന്നുണ്ട്, അത് അവൾക്ക് സുഖമില്ലായിരുന്നു. അവളുടെ ബെഡാണെങ്കിൽ ഒട്ടാകെ ചീത്തയായിരുന്നു, അത് കാരണം എൻ്റെ കൂടെ വന്ന് കിടന്നതാ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അവരാണെങ്കിലും എല്ലാം ചിരിച്ചു കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോളാണ് മിങ് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ബെഡുണ്ടല്ലോ, അപ്പോൾ അവളെ അവിടെ കിടത്തിയാൽ പോരെ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്തില്ല, അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഞാൻ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ഫാറ്റി അവിടെ മാത്രം നിൽക്കുന്നത് കാണുന്ന ചെങ് അവരെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ഫാറ്റി ആണെങ്കിലും ഓ ഞാൻ പോയേ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം മൂടി ടോങ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ് നേരെ പോയി അതെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ടോങ് പറയുന്നുണ്ട്, ഞാൻ കാരണമാണ് നിനക്ക് ഈ ചീത്തപ്പേര് കേട്ടതല്ലേ എന്ന് പറയുമ്പോൾ ചെങ് നേരെ വന്ന് ബെഡ്ഷീറ്റ് പോയി ഇതിൽ നീ ചീത്തയാക്കിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂട്ടുന്നുണ്ട്. അതിനിടെ ടോങ് ആണെങ്കിൽ നേരെ അവൻ്റെ മേലേക്ക് വീകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു കാലനെ പോലെ ഫാറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന ഫാറ്റി ആണെങ്കിൽ ഒരുപാട് നെട്ടുന്നുണ്ട്. ഫാറ്റിയെ കണ്ട് അവരും നെട്ടുന്നുണ്ട്. അതേസമയം ടോങ് ഇവിടെ ഇല്ല, ഞാൻ ഒന്നും തന്നെ കണ്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഫാറ്റി തിരിഞ്ഞു പോകുന്നുണ്ട്. അതേസമയം ടോങ് നാണം കെട്ട് അവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നടന്നതിനെ കുറിച്ചെല്ലാം ആലോചിച്ച് ഒരുപാട് ചിരിക്കുന്നുണ്ട് ചെങ്ങ്. അതേപോലെ ടോങ്ങും. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമെല്ലാം തുടങ്ങിയിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ടോങ് ലൈവിൽ വന്ന് ഗെയിമെല്ലാം കളിക്കുന്നത് യാങ് ഇരുന്ന് കാണുന്നുണ്ട്. അതേസമയം എന്നത്തെ പോലെയും ചെങ്ങ് നേരെ ടോങ്ങിനെ വെറുപ്പിക്കാനായി കമൻസ് എല്ലാം വായിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു ക്യൂട്ട് ഫൈറ്റ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന യാനിനാണെങ്കിൽ ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ടോങ്ങിനെ കാണാനെ അവിടേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി വിടാത്തത് കാരണം സെക്യൂരിറ്റിയുടെ ഫോൺ വാങ്ങി ടോങ്ങിനെ വിളിക്കുന്നുണ്ട്. കാരണം ടോങ് അവൻ്റെ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നു. അത് കാരണം അവൻ സെക്യൂരിറ്റിയുടെ ഫോണെല്ലാം വാങ്ങി ടോങ്ങിനെ വിളിക്കുന്നുണ്ട്. ടോങ്ങിനാണെങ്കിൽ ഒരു അൺനോൺ നമ്പറെല്ലാം കോള് വരുന്നത് കാരണം അവൾ ആ കോളെല്ലാം എടുക്കുന്നുണ്ട്. അതേസമയം ഞാനാണ് ഒന്ന് പുറത്തേക്ക് വരുമോ എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ നിന്ന് അവൾ എണീറ്റ് പോകുമ്പോൾ ചെങ്ങ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ പറയുന്നുണ്ട്, എന്നെ ഞാൻ കാണാൻ വന്നിട്ടുണ്ട്, ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ചെങ്ങിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ അനിയനാണെങ്കിൽ അവരിപ്പോൾ സെറ്റാക്കും, നീ എന്ത് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവനെ ഇട്ട് കളിയാക്കുന്നുണ്ട്. അതേസമയം അവൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ നേരെ ഏജി ഉണ്ടായിരുന്നു. ഏജിയെ പറയുന്നുണ്ട്, അവൾ ആ ഫോൺ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നീ അവനായിട്ട് ഒന്നും ഉണ്ടാകരുത് എന്നെല്ലാം പറയുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ നടക്കുന്നതെല്ലാം അവൾക്ക് കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഹഗ് ചെയ്യുന്നതും അവൻ നേരെ ഫോൺ ഓഫാക്കിക്കൊണ്ട് ഇനി നീ കാണണ്ട എന്നെല്ലാം പറഞ്ഞ് വെക്കുന്നുണ്ട്. അതേസമയം ടോൺ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്തത്? ഞാൻ നിന്നെയായിട്ട് എപ്പോഴേ ബ്രേക്കപ്പ് ചെയ്തു, നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം കേൾക്കുന്ന ഞാനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് മനസ്സിലായില്ലേ? ഗെയിമർ ആയാലുള്ള ഓരോ ബിസി, അത് കാരണമാണ് നമുക്ക് ഇനിയും റിലേഷനിലാകാം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അവളാണെങ്കിലോ എനിക്ക് താല്പര്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അവളുടെ ഫ്രണ്ട് നേരെ ചെങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളുടെ ടീമിലുള്ള ഒരു ടോങ് എന്ന് പറഞ്ഞ് അവളില്ലേ ക്യാപ്റ്റൻ, അവൾ ആരൊക്കെയോ ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്നതും ചെങ്ങിന് എന്തോ പോലെ തോന്നുന്നു. ചെങ് അവിടേക്ക് നേരെ പോകുന്നുണ്ട്. അവിടെ എത്തിയ ഉടനെ ഇതെന്താണെന്ന് അവളോട് തുറന്നു പറയാതെ ഞാൻ ക്യാൻഡി വാങ്ങാനായി പുറത്തു പോവുകയാണ്, നീ എനിക്ക് ക്യാഷ് തരുമോ എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവൾ ക്യാഷ് എല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ വീണ്ടും തിരിച്ചു വന്ന് പറയുന്നുണ്ട്, ഇവൾ നമ്മുടെ ടീമിൽ നിന്ന് ഫൈനൽ കളിക്കേണ്ടതാണ്, അതും
ഞങ്ങൾ നല്ലൊരു ടീമിൻ്റെ കൂടെ, അല്ലാണ്ട് നിൻ്റെ ഫൈനൽ കണ്ടിരിക്കാനായി നിൻ്റെ ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അവൾ. ഇപ്പോൾ നീ വന്ന് കാണലും ഈ റിലേഷനൊക്കെ നിർത്ത്, അവൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ചെങ് അവിടെ നിന്ന് പോകുന്നതും ഞാൻ നേരെ അവളെ ഹഗ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം, ഞാൻ ഇനി എപ്പോഴും നിൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും, ഇതെൻ്റെ ലാസ്റ്റ് ഹഗ്ഗാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം അവൾ തിരിച്ചു വന്നതും ലീഷ നേരെ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും സെറ്റായോ? ഇതെല്ലാം കേൾക്കുന്ന അവളാണെങ്കിലോ, ഞാനും അവനുമായിട്ടോ അതെപ്പോഴേ നിന്നു പോയതാണ് എന്നെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ നേരെ ഈശോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചേട്ടനൊരു ചാൻസ് കൊടുത്തൂടെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ മരിക്കാനൊന്നും തയ്യാറല്ല, എനിക്ക് നേരം വൈകി മരിച്ചാൽ മതി, നിൻ്റെ ചേട്ടനെ കെട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതിനാ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അവളാണെങ്കിൽ അവൻ്റെ ക്യാൻഡിയുള്ള ബോക്സ് എല്ലാം പോയി കുഴഞ്ഞ് പറയുന്നുണ്ട്, കണ്ടോ ഇതിൽ എത്ര ക്യാൻഡിയാണ്, ഞാനും അവനും എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ, ഞാനൊരു ക്യാപ്റ്റൻ അല്ലേ, അത് കാരണമാണ് വന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ടോങ്ങിനെ നേരെ അവളുടെ ഫ്രണ്ട് വിളിച്ച്, അവൻ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നിടത്തേക്ക് വന്നില്ലേ, കാരണം അവൾക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഉറപ്പിച്ചോ എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ചെങ്ങിന് എന്നെ ഇഷ്ടമില്ല എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ്